എങ്ങനെ ചികിത്സിക്കുന്നു, എങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ എത്ര കേൾക്കുന്നതാണ്. ബട്ട് ഹാവിംഗ് സെറ്റ് ദാറ്റ് ഡൺ, ഞാനിതൊരു എൻ്റെ ലിമിറ്റഡ് എക്സ്പീരിയൻസ് ഫോർ ദ പാസ്റ്റ് 5 years ഞാൻ ജോലി ചെയ്തതിനകത്തുള്ള എക്സ്പീരിയൻസ് ഞാൻ ഷെയറിംഗ്. ബട്ട് ആസ് എ സിറ്റ് അക്രോസ് ദ ടേബിൾ ഞാൻ പേഷ്യൻസ് സംസാരിക്കുമ്പം what they tell me and what I understand and what goes around. ഒത്തിരി മിത്സും മിസ്റ്ററീസും ഡൗട്ട്സും സംശയങ്ങളും. ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു ലോകത്ത് വേറെ ഒരു അസുഖം വന്നാലും ഇത്രയും ആൾക്കാർ പേടിക്കില്ല. ആൻഡ് ഒരു 100 ഇപ്പം വാട്സപ്പ് ഉള്ളതുകൊണ്ട് ഒരു ഡോക്ടറിന്റെ റിപ്പോർട്ട് 10 പേര് 100 പേര് 1000 പേര് എവരിബഡി സീയിങ് ഓൾ ദി റിപ്പോർട്ട്സ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ തിങ്സ്. ആൻഡ് അതൊരു വളരെ reality based way ആണ് ഞാനത് എടുക്കാൻ trying to take it in a very reality based way. Slides. So I am a big fan of Cut the Clutter. ഞാൻ എപ്പോഴെങ്കിലും ന്യൂസ് വായിക്കും, I always read online and ഇതും വായിക്കാറുണ്ട്. So it will be not, it won't be a lot of fancy things നമ്മൾ ഡെയിലി കാണുന്ന കാര്യങ്ങൾ on a reality basis what I will be talking about. So usual cancer നമ്മൾ ടോക്ക് കൊടുക്കും, നമ്മൾ പറയും ബ്രസ്റ്റ് ക്യാൻസർ ഇത്രയും ഇൻസിഡൻസ്, ഇത്ര ആൾക്കാരൊക്കെ വന്നു, എങ്ങനെ ചികിത്സിക്കും, സർവൈക്കൽ ക്യാൻസർ എങ്ങനെ ടെസ്റ്റ് ചെയ്യും. ടെക്നിക്കലി നമ്മളതൊരു നോൺ ഡോക്ടർ ക്രൗഡിൽ സംസാരിക്കുമ്പോൾ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഒത്തിരി ടോക്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പകുതി പേർക്ക് ഇതിന്റെ എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. സോ വാട്ട് ഐ ഹാവ് ട്രൈ ടു ഡു ഇസ് ഞാനിത് കുറച്ച് ട്വിസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. So in my limited experience, I've been as an oncology consultant for the past 5 years. I've been in training, and I think 13 തുടങ്ങി I have been working in oncology. From there, whatever I saw and I learned are my experience with truth, and this is what I want to share with you. So there are a lot of myths. I'm a great fan of Indian folk stories and legends. So Vikram and Vedal's കഥ കൊണ്ട് നമ്മുടെ പേഷ്യന്റ് സംസാരിക്കാൻ നമുക്ക് ഒത്തിരി കാര്യം മനസ്സിലാവും. അവരുടെ ഡൗട്ട്സും അവരുടെ സംശയങ്ങളും ചിലപ്പോൾ നമുക്ക് ചിരി വരും, പക്ഷെങ്കിൽ it is the reality, because I think no other disease makes you more irrational. And it is rightly so, because this is the only disease where you would say that death will be at any point of time, you know. So, and there are many ways to treat these patients. There are a lot of myths which people carry around, which is difficult and which hampers treatment also. So, basically, ഞാൻ കാണുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇങ്ങനത്തെ അസുഖമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും വരത്തില്ല. നീ വന്നാൽ തന്നെ പറയും ഡോക്ടറെ ഞങ്ങൾക്ക് ആർക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് വന്നു. നൗ ക്യാൻസർ ഒരു ജെനറ്റിക് ഡിസീസ് ആണ്. ജെനറ്റിക് എന്ന് പറയുമ്പോൾ വാട്ട് യു മീൻ ഇസ് നമ്മളുടെ DNA ഗെറ്റ്സ് ഡാമേജ്. വി ഓൾ ആർ മെയ്ഡ് ഓഫ് DNA. നമ്മുടെ DNA നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആൻഡ് DNAക്കകത്ത് ദർ ആർ കോഡ്സ്. അതുകൊണ്ട് നമുക്ക് ആ കോഡ് അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുടിയുടെ കളർ എല്ലാം വരുന്നത് ആ പല കോഡിങ് അനുസരിച്ചിട്ടാണ്. ഈ കോഡിങ്ങിൽ ഒരു പ്രോബ്ലം വരുമ്പോഴാണ് ദി നോർമൽ സെൽസ് ബിക്കം അബ്നോർമൽ, ബിക്കോസ് ദി പ്രോട്ടീൻസ് ചേഞ്ച്. അപ്പോൾ ഇതൊരു ജെനറ്റിക് ഡിസീസ് ആണ്. Not necessary that it will be transmitted from one generation to the next generation. It is not necessary if I have cancer, my child would have it. 10% cancers can have a genetic transferring. That's why if I have it, and if that gene, if I have that gene, in the makkalkum aa gene return chance. Adu only around 5 to 10% chances are. Baki ellam nammala DNA damage aanadu because of multiple reasons. Some of them we know, and some reasons we don't know. So that is a mystery, because we are still learning about what എന്തുകൊണ്ടാണ് ഈ DNA അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഒരു വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ എല്ലാവർക്കും കിട്ടില്ല, അതിൽ 2-3 പേർക്ക് അസുഖം കിട്ടും. സോ അവരുടെ DNA മാത്രം എന്തുകൊണ്ട് ബ്ലോക്ക് ആവുന്നു, why does it transform, those things we are learning in the long way. So it's not a hereditary disease all the time. 5% of cancers can be genetic, in the sense hereditary, in the sense that നമുക്ക് ഒരു അബ്നോർമൽ ജീൻ ഉണ്ടെങ്കിൽ അത് അടുത്ത ജനറേഷന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു 5%, എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസറും ഓവറിയൻ ക്യാൻസേഴ്സിനാണ് ഈ ജനറ്റിക് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ വരുന്നത്. ഒത്തിരി പേര് ചോദിക്കും, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ ഇത് കോമൺ ആണ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഇസ് ഇൻ കേരള. ഹം തോ അച്ഛേ ആദ്മീത്തെ, ഞങ്ങൾ കുടിക്കില്ല, ഞങ്ങൾ വലിക്കില്ല, ഞങ്ങൾ ജോഗ് ചെയ്യും, ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻസ് ആണ്. ഇവിടെ എല്ലാവരും അതാണ്, നോർത്ത് ഇന്ത്യ വെജിറ്റേറിയൻസ് ഉപയോഗിക്കുന്നത്. അപ്പം ഞങ്ങൾ ആരും ഒന്നും ചെയ്യില്ല, എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇത് വാങ്ങും. Reality is that drinking, smoking, obesity, radiation exposure, family history, these are risk factors, no doubt. They are high risk factors. But we understand little about the diseases so that where പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ DNA can be damaged, and the DNA can get switched on and switch off. So നമ്മുടെ ബോഡിക്കകത്ത് there are certain genes നമ്മുടെ ബോഡിക്കകത്ത് which are on a switch off position. ആ ജീൻസ് ഓഫ് ആണെങ്കിൽ they are called tumor suppressor genes. നമ്മുടെ ബോഡിയെ ട്യൂമറിനെ അത് whatever normal cells അത് കൺട്രോൾ ചെയ്ത് നോക്കും.
And there are certain genes known as tumor activators. But for whatever reason is, the tumor suppressor gene off form. The off form of the body will have uncontrolled growth. Sometimes the tumor activator genes will get activated. So these are the things that you want to understand. So there are risk factors. Questionly, we don't still understand why certain people without any of these risk factors will develop, because your genes can be shut off and shut on, and that is an area of which science is looking at. I don't know Kerala at the stage one it is not easy. Patients in stage one, these patients don't die overnight. If you allow the cancer to remain in your body, it won't kill you overnight. It will slowly eat you away, and it will be a miserable death. So it is a very much treat and cure patients, especially early stage, you can treat and you can cure them. Even if it's a stage 4, today we are going to the cancer, diabetes, hypertension, long term. So even in Ludhiana, in India, we are treating patients for around 5-7 years with stage 4 cancer, and they don't look like they have stage 4 cancer. They are only taking some medicines which are totally different, and they're not chemotherapy. The main thing of a cancer treatment is that we multidisciplinary team working in hospital where there's a multidisciplinary team. Even Ludhiana working at them. Team. There's a team of doctors who work together. There's a surgical oncologist, there's a radiation oncologist, pathologist, radiologist. Either patient treats patient conduct hospital tumor board meeting on the meeting case presenting patient, age, diagnosis, stage. If it's chemotherapy, end plan idana. A surgeon operate end option. But discuss either guideline, national guideline, and if it fits the patient, decision. Always go to a hospital that is multidisciplinary, that has all the modalities of cancer treatment. That is very, very important. ഇവിടെ ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്ന ബയോപ്സി എടുക്കുക എന്നുള്ള സംഭവമാണ്. എനിക്ക് അറിയില്ല നാട്ടിൽ എങ്ങനെയാന്ന്. ഇവിടെ ഒരാളുടെ ബയോപ്സി എടുക്കാൻ പറഞ്ഞാൽ ആരും ഒരു 40% പേഷ്യൻസ് പറയും ഞങ്ങൾക്ക് ബയോപ്സി എടുക്കാൻ താല്പര്യമില്ല. आप एक्सरे पे देख इलाज करो, स्कैन पे तो आया है, इलाज करो. നമുക്ക് ഒരിക്കലും ഒരു സ്കാൻ ഒരു എക്സ്റേ നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും പറയാം. നമുക്ക് ആ കൂടെ സ്കാനിലും എക്സ്റേ നോക്കി പറയാൻ പറ്റുന്നത് ലങ്ങിൽ ഒരു ലീഷൻ ഉണ്ടാവും, അത് ചിലപ്പോൾ ബോണിൽ പോയിട്ടുണ്ടാവും, അതൊക്കെ നമുക്ക് പറയാൻ പറ്റും പെറ്റ് സ്കാൻ നോക്കിയിട്ട്. പക്ഷെ ഇപ്പൊ ലങ് ക്യാൻസർ ആണെങ്കിൽ പോലും അതിലൊരു ഓൾമോസ്റ്റ് 50 ടൈപ്സ് ഓഫ് ലങ് ക്യാൻസേഴ്സ്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നത് ഏത് ടൈപ്പ് ആണെന്ന്. അപ്പം ബയോപ്സി എടുത്ത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്താലും ഇക്കാലത്തെ ബയോപ്സിയിൽ ഒത്തിരി ലോട്ട് ഓഫ് അഡ്വാൻസസ് അതെ. നമ്മൾ ബയോപ്സി എടുത്തിട്ട് നമ്മൾ അതിനെ സ്പെഷ്യൽ ടെസ്റ്റ് ചെയ്യും, മോളിക്കുലർ ലെവലിൽ ടെസ്റ്റ് ചെയ്യും. ആൻഡ് അതിന് അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് കീമോതെറാപ്പി കൊടുക്കേണ്ട ആവശ്യമേ വരില്ല. സ്റ്റേജ് 4 പേഷ്യൻസിന് പോലും എന്റെ പ്രാക്ടീസിൽ ഒരു 40% പേഷ്യൻസ് നമ്മൾ കീമോ കൊടുക്കുന്നില്ല. ആൻഡ് ഐ എം ഷുവർ ഇൻ ദ നെക്സ്റ്റ് 10-20 ഇയേഴ്സ്, ബൈ ദ ടൈം ഐ എം ഗോയിങ് ടു റിട്ടയർ, ഐ ഡോണ്ട് തിങ്ക് the way we are giving chemotherapy today, we will be giving it. Three patients chemo avoiding. You will be giving targeted therapy. Targeted എന്ന് പറഞ്ഞാൽ ഏത് പ്രോട്ടീൻ ആണ് ഓൺ ആയത് ആ പ്രോട്ടീൻ is causing the cancer. അതിന് specific ആയിട്ട് there are medicines. Even today for breast cancer, lung cancer, ovarian cancer, there are specific targets. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മരുന്ന് മാത്രം എടുക്കുകയാണെങ്കിൽ ആ സ്വിച്ച് ഓൺ ആയ സ്വിച്ച് ഓഫ് നമ്മൾ വിൽ ഓഫ് ദ സ്വിച്ച്. അപ്പം സൈഡ് ഇഫക്ട്സ് കുറവാണ്. അത് സ്പെസിഫിക് ആ ഒരു ഏരിയയിൽ പോയി ഒരു ലേസർ ഗൈഡഡ് മിസൈൽ പോലെ ആ ഒരു പ്രത്യേക പ്രോട്ടീൻ മാത്രം ബ്ലോക്ക് ചെയ്യും. സോ ദാറ്റ് അബ്നോർമൽ പ്രോട്ടീൻ ഇസ് സ്വിച്ച്ഡ് ഓഫ്. സോ ഇതൊക്കെ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എ ബയോപ്സി. ആൻഡ് ഫോർ ഓൾ മെഡിക്കോ ലീഗൽ പർപ്പസസ് ഇഫ് യു ഡോക്ടർ ഹാസ് ടു ബി സേഫ് ടു കൺഫേം. ബിക്കോസ് ചില സമയത്ത് നമുക്ക് എക്സ്റേ കണ്ടാലും CT സ്കാൻ കണ്ടാലും it may look like a cancer. Biopsy will be TB or something else. So you have to be very sure what you are treating. Treatment biopsy. So biopsy is mostly over 90% cancers you cannot treat without a biopsy. This is common everywhere. Cancer, I had cancer. And in the wheat grass American protein special fruits side effects juice
ഈ ജ്യൂസ് കുടിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഇത്ര അറിയത്തുള്ളൂ, കമ്പനിക്കാർ കുറെ കാശ് കിട്ടും ജ്യൂസ് ഉണ്ടാക്കുന്ന ആളുകൾ. അതർ ദാൻ ദാറ്റ്, look at diet. It is a very important part of your treatment. നമ്മൾ especially chemo or surgery ചെയ്യുമ്പോൾ നമ്മുടെ diet important ആണ്, because നമ്മുടെ body will lose normal cells and when you take therapy, ആ സമയത്ത് ആ normal cells have to be rebuilt. അപ്പോൾ നമുക്ക് proteins വേണം. So we always advise high protein diet. But there's no specific thing that you can avoid. നമുക്ക് if you want, you can take non-veg in moderation, in the sense that നമ്മൾ റെഗുലർ ആയിട്ട് ഇറച്ചിയോ മീനോ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു മോഡറേഷനിൽ ഇറ്റ് ഇസ് ഓക്കെ. ബട്ട് റെഡ് മീറ്റ് കുറയ്ക്കണം, ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് ആസ് സച്ച്. ബട്ട് ഇഫ് യു വോണ്ട് ടു ഹാവ് എ പീസ് ഓഫ് ഫിഷ്, യു വോണ്ട് ടു ഹാവ് എ പീസ് ഓഫ് ചിക്കൻ, there is no contraindication. Even when you're getting chemotherapy, I do not agree with it, because ഏതൊക്കെ സ്റ്റഡി നോക്കിയിട്ടുണ്ടോ, there was no benefit by not giving a specific diet. We would prefer to ask the patient to take cooked food. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കീമോ കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പം നമ്മൾ പേഷ്യന്റ് പറയാൻ പ്രിഫർ ടു ടേക്ക് എ കുക്ക് ഫുഡ്. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ ജേംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് they will die off. That is a concept that we do. But studies അനുസരിച്ച് that has not shown to be a great benefit. But we would usually tell the patient, ഭക്ഷണം കഴിക്കുമ്പോൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണ് better and warm and kill your germs before you eat it. So a normal healthy diet, that is very important. നമ്മൾ എന്ത് സാധാരണ കഴിക്കുന്നോ അതാണ് important. And majority of these cancers don't come because what we eat. ഇപ്പൊ നമ്മൾ എന്റെ ഇവിടെ എപ്പോഴും ഞാൻ കേൾക്കുന്നതാണ്, സാർ ഞങ്ങള് ഭക്ഷണം, ഞാനിപ്പോ എന്റെ ഫാദറിന് പാല് മാത്രം കൊടുക്കുന്നുള്ളൂ, ചപ്പാത്തിയും ദഹി മാത്രം കൊടുക്കുന്നുള്ളൂ. ആ മനുഷ്യൻ പാവപ്പെട്ട അവിടെ ഇരുന്നിട്ട് എനിക്ക് എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ അപ്പം മക്കൾ പറയും അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്. So you have to have a normal diet. There's nothing that costs, there's no proven thing that causes the cancer. അപ്പം normal diet is very important, and regular feeds. എസ്പെഷ്യലി നമ്മൾ കീമോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. സോ ആ സമയത്ത് സ്മോൾ ഫ്രീക്വന്റ് ഫീഡ്സ് കുറച്ചായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഹാവ് ടു ബി ദേർ, ആൻഡ് അതിൽ പ്രോട്ടീൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. എഗ്സ്, മീറ്റ്, ഇഫ് ഇറ്റ്സ് വൈറ്റ് മീറ്റ്, വി ഡു എൻകറേജ് ദം ടു ടേക്ക് ദം. Again, I don't know how it is in Kerala. ഇവിടെ ചില സമയത്ത് നമ്മൾ ഞെട്ടിപ്പോകും, പേഷ്യൻസിനെ മാറ്റി നിർത്തുക അവരുടെ വീട്ടിൽ, ഗ്രാൻഡ് പേരൻസിനെ മാറ്റി നിർത്തും, കൊച്ചുമക്കളുടെ അടുത്ത് കൊണ്ടുപോകില്ല. അപ്പം ഇത് ഞാൻ അറിഞ്ഞത്, എൻ്റെ അടുത്ത് ഒരു പേഷ്യന്റ് ചോദിച്ചു, സാർ എൻ്റെ കൊച്ചുമോനെ ഞാനൊന്ന് എടുത്തോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, എടുക്കുന്നതിന് എന്താ പ്രശ്നം? അപ്പൊ പുള്ളി പറഞ്ഞു, എൻ്റെ മകൻ സമ്മതിക്കുന്നില്ല, മക്കളെയൊക്കെ മാറ്റി നിർത്തിയേക്കാണ്. സോ അതിനോട് മൈ ആൻസർ ഇസ് ദാറ്റ് ഐ ടച്ച് പേഷ്യൻസ് എവറി ഡേ. അത്യാവശ്യം കുറച്ച് പേഷ്യൻ കാണുന്ന ഡോക്ടറാണ് ഞങ്ങൾ. ബട്ട് I go back home, എൻ്റെ വീട്ടിൽ with this 9-year-old child who jumps at me every time. So it doesn't spread. If you stay with somebody, നമ്മൾ കൂടെ കിടന്നാലോ ഭക്ഷണം കഴിച്ചാലോ ഒരേ പാത്രത്തിൽ നിന്ന് കഴിച്ചാലോ ടോയ്ലറ്റ് യൂസ്, it is not a communicable disease. It is a freak of nature. It's a freak accident in nature. It can happen to anybody. അതുകൊണ്ട് you don't have to isolate the patient. Patients should be a bit cautious. മറ്റുള്ള ഇൻഫെക്ഷൻസ് കിട്ടാണ്ടിരിക്കാൻ. അത് അല്ലാണ്ട് you don't have to isolate the patient. If the patient is on chemotherapy, മാറ്റി നിർത്തേണ്ടതോ അവർക്ക് പ്രത്യേകം പാത്രം വെക്കേണ്ടതോ ഒന്നും ആവശ്യമില്ല. ഇത് എനിക്ക് അറിയാൻ കേരളത്തിലുണ്ടെന്ന് ഒത്തിരി പേര് എൻ്റെ അടുത്ത്, ഐ ഗെറ്റ് കോൾസ് സെയിങ് ദാറ്റ് ഞങ്ങൾക്ക് കീമോ എടുക്കണ്ട ഡോക്ടർ, എല്ലാവർക്കും ഭയങ്കര സൈഡ് എഫക്ട്സ് ആണ്. അതിനുള്ള ഒറ്റ മറുപടി ഉള്ളൂ. ആനന്ദ് സിനിമ ഐ വാച്ച് വിത്ത് മൈ ഫാദർ വെൻ ഐ വാസ് സ്മോൾ. അപ്പം അതിനകത്ത് രാജേഷ് ഖന്ന, ഇറ്റ്സ് 1970s, is a cancer patient, and fully treatment എടുക്കുന്ന കഥയാണ് അതിനകത്ത്. പക്ഷെ that is in 1970. Today you are 2022. ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. Even in Ludhiana, which is not a very advanced city, there are എൻ്റെ patients ഉണ്ട് who take chemo and go back to work the next day. So we give something known as pre-medications. Vomiting വരാണ്ടിരിക്കാൻ വേണ്ടി, before we start the chemo, we give medications to prevent vomiting. To prevent infections, we give an injection called GCSF that keeps your WBC counts high. So these things are there, and there's a lot of changes. And the most important thing is, everybody doesn't get chemo. That era is over. Even in my practice, I am not a good medical oncologist, because the main business is to give chemo, but I don't encourage chemotherapy. Wherever there's an option of not giving chemo, I don't give it. Especially നമ്മളിപ്പം ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു, DNA നമ്മൾ ചെക്ക് ചെയ്യും. സോ ടുഡേ നമ്മൾ ആസ് എൻ ഓൺകോളജിസ്റ്റ്, നമ്മൾ മിക്ക ക്യാൻസേഴ്സിന്റെ നമ്മൾ സ്പെഷ്യൽ മോളിക്കുലർ ടെസ്റ്റിംഗ് ചെയ്യും. ആൻഡ് ചില ക്യാൻസേഴ്സ് നമുക്കറിയാം, ഇതിൽ കീമോ കൊടുത്താലും ഒരു കാര്യം ഉണ്ടാവില്ല, നമുക്ക് സിമ്പിൾ
targeted or hormonal therapy കൊടുത്താൽ മതി. So breast cancer early stage we hardly give chemo today nowadays. Lung cancer for around 40% of the patient നമ്മൾ chemo കൊടുക്കുകയില്ല. So it is not the answer to everything. Chemo is not. So ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ പേടിയെന്ന് വെച്ചാൽ 20 years കഴിയുമ്പോൾ ചിലപ്പം we will not be giving a lot of chemotherapy. It will be very specific therapy, and it is an era of personalized medicine. Targeted therapy, immunotherapy, CAR T cells, every day it keep changing. What I will talk today will not be what I will talk in 5 years from now. And we are also doing a lot of research in CMC, and I'm a part of a network that does a lot of research. So it is a field which will change dramatically, and a lot of things will happen and change in the years to come. It is a very important thing that stage 4 now we will all have to go one day. Even I, you, everybody, if you have come in, you have to go. But a stage 4 disease does not mean the end of the road. Even in India, even in Ludhiana, I keep saying Ludhiana because compared to the full of North India, Punjab is a state that is way behind. It is not a, in case of education or in case, it is a different type of a different culture. They are a bit more happy-go-lucky. Even in a state like that, we have patients surviving 5-7 years without chemotherapy on target. In an OPD, I was a patient because 3 കൊല്ലമായിട്ടും ഈ ഒരു lady stage 4 cancer അവരെ കണ്ടാ തോന്നില്ല, is walking happily out of the OPD. And ഞാൻ വിചാരിച്ചു 5 years back ഞാനൊരു കൺസൾട്ടന്റ് ആയി ജോയിൻ ചെയ്ത സമയത്ത് ഇങ്ങനത്തെ മരുന്നുകൾ ഇല്ലായിരുന്നു ഇന്ത്യയിൽ. So these medicines have come in, dramatic response, very good quality of life. ഒരിക്കൽ പോലും ഞാൻ ഈ സ്ത്രീ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അവർ വരും 3 ആഴ്ച ഒരിക്കൽ വരാൻ കാണും, മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ മേടിച്ചുകൊണ്ട് പോകും. The sad part is that sometimes treatment becomes so simple that patients phone വിളിച്ചിട്ട് പറയും ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്, ഡോക്ടർ മരുന്ന് സെറ്റിൽ വാട്സാപ്പിൽ അയക്കാൻ. That can be difficult, but we are going into an era where it is very specific and we have long-term survivors. Like I said, എൻ്റെ മിക്ക ടോക്കിൽ ഞാൻ പറയും ഒരു 20 years കഴിയുമ്പോൾ നമ്മൾ ഒരു പാർട്ടി നിൽക്കും, നമ്മൾ പറയും എനിക്ക് BP, sugar, cancer, thyroid ഇതെല്ലാം ഉണ്ട്. Big deal. It will be a common thing that you will be able to live with it. So that is how we're looking at these diseases now. എനിക്ക് അറിയില്ല ഇതെങ്ങനെയാണെന്ന്. ഇവിടെ ഇത് വളരെ കോമൺ ആണ്. നമ്മൾ പേഷ്യന്റ് ഓപ്പണിൽ കയറ്റുമ്പോൾ ബാക്കിൽ നിന്ന് കുറെ ആൾക്ക് കൈ നല്ല കാണിക്കും, ഒന്നും പറയരുത്, ഒന്നും പറയരുത്, അച്ഛനടുത്തൊന്നും പറയരുത്, അച്ഛനത് സഹിക്കാൻ പറ്റില്ല. I think it's a wrong thing. നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട് പേഷ്യന്റ് അടുത്തൊന്നും പറയരുതെന്ന്. പക്ഷെങ്കിൽ every individual has the right to know and decide what is happening with them. Because if ഒത്തിരി പ്രശ്നം നമ്മൾ പേഷ്യന്റ് അടുത്ത് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടോ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ we will just keep quiet. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പേഷ്യന്റ് നമ്മളടുത്ത് പറയും ഡോക്ടറെ മക്കളുടെ അടുത്ത് പറയരുത് എനിക്ക് ക്യാൻസർ ആണ്. Because they understand. നമ്മൾ വിചാരിക്കും ആൾക്കൊന്നും മനസ്സിലാവില്ല, but then it causes a lot of pain. And I always tell my patient that എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ I want to know what is happening, because I am very clear what has to be done with me when I am getting old, because I am very clear on that. അതുപോലെ I'm sure all of you will be clear if something is wrong, what is my plan? That has to be. ഇന്നും ഞാനൊരു പേഷ്യന്റ് പറയുന്നത് പറഞ്ഞു അച്ഛനത് പറയരുത്, പുള്ളി അത് ഭയങ്കര ഇതാവും. അപ്പൊ ഞാൻ ഫാമിലി അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ would you want to know it? പുള്ളി പറഞ്ഞു യെസ് എനിക്ക് അറിഞ്ഞേ പറ്റും. You are not giving your father half that respect. കാരണം പുള്ളി അത് അറിയില്ലെങ്കിൽ he is not knowing what is going to happen. പുള്ളിക്ക് എന്തെങ്കിലും അവസാനം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു പിൽഗ്രിമേജിന് പോകണമെങ്കിൽ, ആരെങ്കിലും കാണണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ he will leave this world without knowing what is happening. And there is nothing as bad as this, because this disease probably, I know people, ഇന്നത്തെ OPD വളരെ പ്രത്യേക OPD ആയിരുന്നു. ഇവിടെ ഇപ്പൊ കറവാ ചോത്താൽ ഇന്ന് പേഷ്യൻസ് കുറവായിരുന്നു. പക്ഷേ I saw 3 different patients with different. A 15-year-old boy came and അവൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു, and he has a stage 4 disease. ആ പയ്യൻ എടുത്ത് പറഞ്ഞു ഡോക്ടർ I don't want treatment, എനിക്ക് പെയിൻ വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ അനിയത്തി വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. And he's just 15. And he was clear. I know, ഞാൻ ഇതെല്ലാം റിപ്പോർട്ട്സ് ഞാൻ കണ്ടു. പിന്നെ ആ കൊച്ചിന്റെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ കുറെ വിളിക്കാൻ നോക്കി, പക്ഷേ ഈ പയ്യന് മൊബൈലിൽ റിസൾട്ട് വരുമ്പം അതൊക്കെ തുറന്ന് നോക്കി, അത് അപ്പം തന്നെ ചെക്ക് ചെയ്ത് അവന് കുറച്ചൊക്കെ വിവരമുണ്ട്.
എന്റെ അഭിപ്രായം അവന് കുറച്ചല്ല, അവന് ഒത്തിരി അതിൽ വിവരമുണ്ടായിരുന്നു. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു 40 വയസ്സാണ് സംസാരിക്കുന്നവരാണ്. അവൻ്റെ അടുത്ത് ഇങ്ങനെ എന്തിനാ അതൊക്കെ ചെയ്യുന്ന ഡോക്ടറെ, എനിക്ക് ട്യൂബ് ഇടരുത്, മേക്ക് മീ പെയിൻ ഫ്രീ. അപ്പൊ ഞാൻ ഇന്ന് അവന് 1 ഡേ അഡ്മിറ്റ് ചെയ്തു, അവന് മോർഫിൻ സ്റ്റാർട്ട് ചെയ്യാനും പെയിൻ കൺട്രോൾ ചെയ്യാനും ആൻഡ് ടു ടീച്ച് ഹിം ഹൗ ടു ഡു തിങ്സ് അറ്റ് ഹോം ആൻഡ് വി വിൽ സെൻഡ് ഹിം ബാക്ക് ടുമോറോ. സോ ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ഈവൻ ഡോക്ടേഴ്സ് നമ്മുടെ ഇന്ത്യയിലെ ട്രെയിനിങ് പ്രശ്നം, നമ്മുടെ ഒത്തിരി പേഷ്യന്റിനെ കാണും നമ്മൾ പഠിക്കുന്ന സമയത്ത്. സോ വി ഡോണ്ട് സ്പെൻഡ് ടൈം വിത്ത് പേഷ്യൻസ്. സോ ഹൗ ടു ബ്രേക്ക് ബാഡ് ന്യൂസ് ഇറ്റ്സ് എ സ്കിൽ. നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ക്യാൻസർ ആണ് വേണോ വേണ്ടോ അടുത്ത ആളെ വിളിക്കും നമ്മൾ, കാരണം നമ്മൾ സമയമില്ല നോക്കാനായിട്ട്. പക്ഷെങ്കിൽ നമ്മൾ അത് പേഷ്യൻസ് സംസാരിച്ച് യു ഹാവ് ടു ഓപ്പൺ ഇറ്റ് അപ്പ്. അതിനൊരു ബ്രേക്കിംഗ് ബാഡ് ന്യൂസ് എന്ന് പറയും. Another thing that we have to understand is the concept of palliative care. നമ്മൾ എല്ലാവരും ചികിത്സിക്കുമ്പോൾ, എസ്പെഷ്യലി സ്റ്റേജ് 4 പേഷ്യന്റ് ചികിത്സിക്കുമ്പോൾ, ആസ് നൗ ആഫ്റ്റർ സം ടൈം നമുക്ക് വി വിൽ റൺ ഔട്ട് ഓഫ് ഓപ്ഷൻസ്. ആ ഒരു സമയത്ത് വി വിൽ നീഡ് പാലിയേറ്റീവ് കെയർ. പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചാൽ ഇസ് എ റൈറ്റ് ടു ട്രീറ്റ് ദീസ് പേഷ്യൻസ് ആൻഡ് ലിവ് വിത്ത് ഡിഗ്നിറ്റി. എവറി പേഷ്യന്റ് ഷുഡ് ബി പെയിൻ ഫ്രീ, ഷുഡ് ഗോ അവേ പീസ്ഫുള്ളി, ഹാപ്പിലി ആൻഡ് ചെയർഫുള്ളി. ദാറ്റ് ഇസ് എ ഹ്യൂജ് കൺസെപ്റ്റ്. ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പാലിയേറ്റീവ് കെയർ, നമ്മൾ ഓൺകോളജിക്കാർ കീമോ എല്ലാം കൊടുത്ത് എല്ലാം കഴിയുമ്പോൾ നമ്മൾ പറയും പാലിയേറ്റീവ് കെയർ വിളിക്കും, നമുക്ക് മടുത്ത് ഈ പേഷ്യനെ കൊണ്ട്. ബട്ട് ദാറ്റ് കൺസെപ്റ്റ് ഇസ് റോങ്. The moment the patient comes to us, from the first time, a palliative care team has to be called in. So the patient is aware that if I don't want to continue active treatment in the pain control and in the symptoms control, there is a team of doctors. So that is what we are developing in Ludhiana now, a palliative care team along with the standard treatment. So this concept is coming up. Keralathilana ഏറ്റവും വലിയ palliative care ഉള്ള Dr. Rajagopalan in Trivandrum has one of the biggest palliative care centers. He's a huge personality in palliative care, and I also recently did the palliative care course because എനിക്ക് മനസ്സിലായി that chemo കൊടുക്കുന്നത് is only one part of the game, but to talk to your patients, make them understand, take care of the symptoms, that is a totally different ball game altogether. ഇത് ഒത്തിരി പേര് പറയും ഇതൊരു ഭയങ്കര മിസറബിൾ ഡെത്ത് ആയിരിക്കും, ഇറ്റ് വിൽ ബി ഡിസ്റെസ്പെക്ട്ഫുൾ, ഇറ്റ് വിൽ ബി പെയിൻഫുൾ. നോട്ട് നെസറി. There are a lot of medicines that you use. We use morphine, we use midazolam. The thing is to keep the patient as comfortable as possible. And it is difficult in Punjab because ഇവിടെ morphine കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇവിടെ ഗവൺമെന്റ് ലോസും ഡ്രഗ് അബ്യൂസ് ഉള്ളതുകൊണ്ട് there is a lot of restrictions on getting morphine. കേരളത്തിൽ അതില്ലെന്നാണ് എൻ്റെ വിശ്വാസം. So these drugs reduce your pain, maintain a quality of life. So ഒത്തിരി പേഷ്യൻസ് നമുക്ക് വീട്ടിൽ you can do palliative care. So now Pallium India is setting up home-based care where they will come home and tell you what has to be done. So ചില ആൾക്കാർ പറയും ഡോക്ടർ എനിക്ക് I don't want my last moments to be in the hospital. I wanted to be at home. I am very clear. I don't want to be in the hospital. I want to be at home with my family, with my kid especially. So if something happens to me, I'm crystal clear on what has to be done. Like that, a lot of people are very clear on what they want. So the concept of a good voyage and a journey has to come into the treatment plan. At the beginning, in my mention, I specifically mentioned that I am a principal investigator for a NOSI project. So we do clinical trials. It is very difficult in India to convince patients to come on trial. Trial in the experiment, but understand the fact that in the West, 40% of the patients will be treated under a clinical trial. Trials are not random experiments. They are controlled experiments. In India, no trial everybody cannot do it. Only specific centers with specific qualified people can do trials. And to do a trial, central government should approve it under 3 criteria. So if a doctor is offering you a trial, nobody can force you to go to a trial. Take the papers, read through the trial, ask somebody who knows about the subject, and see. Sometimes you may be able to use very expensive medicines on a trial free of cost, and that can change your treatment plan totally. So if you have an option of a trial and the doctors are offering it to you, don't deny it straight away. Have a look at it and then decide after talking to your consultant or other people around with you. I don't know how it is in Kerala even now. Train at the Punjab, it is not Vellore. Everybody will go to Tata, Bombay. Now, Punjab Canada, America. So this is a standard practice. Tata, Delhi, Bombay, you will waste a lot of time doing it. Choose, especially in Kerala,
there are a lot of good oncologists and cancer centers. Choose a center that is closer to you, nearer to you, and is closer to your pocket. No fun going to Tata and staying there because it is free. Because Bombay poi tamasikan then three cash. Surgery time of complication on cash. Chemo will take time. So stay somewhere which is close to you and you can take good treatment and it is easier for you to approach. And like I said before, choose a center having a multidisciplinary team. So the mystery is a lot of people ask me, what are we doing here? Why are we not coming back? So this is what I am right now. 5 years we have started the Department of Medical Oncology in CMC. I'm heavily into research. Right now, government fund under. When I came in the beginning, 2018, I was a single doctor. But God's grace, I always think I was spit out like Noha, Jonah was spit out over here, forcefully brought here. So after that, we got a grant, and I was all the staff in my department are funded by the grant. The hospital doesn't have to fund them. So we are funded by the central government to do research. I'm a part of a network of 5 hospitals that do clinical trials, and we are doing clinical trials and research. And hopefully in another 5 to 10 years, we should be able to start a DM training program. So that is the way we're looking at it here. And so I would like to wind up my talk. I hope it is not too boring, and I'll be happy to answer the questions. Thank you. Thank you, Dr. Ashwin, for the detailed presentation about today's topic. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നതായിട്ടുള്ള സമൂഹത്തിൽ ദിനംതോറും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു ഡിസീസ് ആണല്ലോ ക്യാൻസർ. അതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവും, നമ്മുടെ ശരിയായ അറിവും തെറ്റായ അറിവും, ഇതൊക്കെ പലപ്പോഴും ഈ രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് പലപ്പോഴും നമ്മൾ കൊടുക്കുന്ന മേ ബി അഡ്വൈസസ്, നമ്മൾ കൊടുക്കുന്ന സ്വാന്തനം, നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പ്രസൻസ് ഒക്കെ ഏതെല്ലാം വിധത്തിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇന്നത്തെ ഈ ഒരു ടോക്കിലൂടെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നു. ഡോക്ടർ അശ്വിനോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ഈ പ്രസന്റേഷൻ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ഈ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടാവും, സംശയങ്ങളുണ്ടാവും. അതൊക്കെ ഒന്ന് ചോദിക്കുന്നതിനും നിവാരണം ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു അവസരം കൂടിയാണ്. സോ അതിനായിട്ട് ഞാൻ ഈ ഒരു ഫ്ലോർ ഓപ്പൺ ചെയ്യും. പറഞ്ഞതിനോട് ഒരു കാര്യം കൂടെ, അശ്വിൻ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, പണ്ടൊരിക്കൽ ഇവന് ഓങ്കോളജി എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഇത് ഒരു രോഗവും സൗഖ്യപ്പെടുത്താൻ വയ്യാത്താണല്ലോ, പിന്നെ എന്തിനാ നീ ഇത് എടുക്കുന്നതെന്ന്. അപ്പൊ അവന്റെ മറുപടി, അമ്മ ഡയബറ്റിക് പേഷ്യൻസിനെ ചികിത്സിക്കുമ്പോൾ അവര് പരിപൂർണ സൗഖ്യം പ്രാപിക്കുന്നില്ല, പക്ഷെങ്കിൽ അവർക്കൊരു നല്ല ലൈഫ് ടൈം, പ്രോലോങ് ലൈഫ് ടൈം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ക്യാൻസറിനും ഭാവിയിൽ ഡയബറ്റിസ്, പ്രഷർ ഒക്കെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. Thank you, Andy. Thank you. മറ്റാരെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളോട് ചേർത്ത് പറയാനോ ഉണ്ടെങ്കിൽ അതും സന്തോഷം തന്നെ. ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പലരും ഉണ്ടല്ലോ, അവരൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവർക്കൊക്കെ ലഭിച്ചിട്ടുള്ള പരിചരണം, സ്വാന്തനം, ഇതൊക്കെ നമുക്ക് ഓർക്കാനായിട്ടുള്ള അവസരം കൂടെയാണ്. ആരുടെയെങ്കിലും എക്സ്പീരിയൻസസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയുന്നത് അനുഗ്രഹമായിരിക്കും. ഡോക്ടർ അശ്വിന്റെ
ടോക്കിൽ നിന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഏത് രോഗം പോലെ ഇതും ഒരു രോഗമായിട്ട് വരും. ഇതിനെക്കാട്ടിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇക്കാലത്ത് ഉണ്ട് താനും. അതേസമയം ഇത് വന്നു പോയത് കൊണ്ട് എവറിത്തിങ് ഈസ് ഓവർ എന്നുള്ളൊരു നിരാശയുടെ ആവശ്യമല്ല. ഇതും ട്രീറ്റബിൾ ആണ്, ക്യൂറബിൾ ആണ്. അത് തന്നെ ഒരു ധൈര്യം തരുന്നതാണ്. കാര്യം പിന്നെ ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ ട്രീറ്റ്മെന്റിന്റെ പോസിബിലിറ്റീസ് കൂടിയും വരുന്നുണ്ട്. മറ്റേത് രോഗം പോലെ തന്നെ ഉള്ളൂ. അത് അതിൻ്റെതായ രീതിയിൽ ട്രീറ്റ്മെന്റ് പോസിബിലിറ്റീസ് ഉണ്ട്. ചെയ്താൽ പിന്നെ ഡോക്ടർ അശ്വിൻ പറഞ്ഞ പോലെ പ്രൊലോങ് ലൈഫ് വിത്ത് മോർ എന്താ പറയുന്ന വലിയ പ്രയാസം കൂടാതെ മുമ്പോട്ട് പോകാം. ഓരോ സ്റ്റേജിൽ ഓരോ രീതിയിലായിരിക്കുമല്ലോ, അത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഡോക്ടറുടെ ടോക്കിൽ നിന്ന് ഇതാണ് മെയിനായിട്ട് മനസ്സിലാക്കുന്നത്. ഇറ്റ് ഈസ് അത് വന്നു പോയത് കൊണ്ട് എവറിത്തിങ് ഈസ് ഓവർ എന്നുള്ള ഒരു ഫീലിംഗിന്റെ ആവശ്യമില്ല. വി ക്യാൻ സ്റ്റിൽ ഹാവ് എ ഗുഡ് ലൈഫ് എന്നുള്ളത്. താങ്ക് യു. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനായിട്ട് ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടെ ഉണ്ടല്ലോ. So thank you. ഞാൻ പറഞ്ഞ പോലെ ദിസ് ഇസ് ഫോർ മീ ഒരു ഭയങ്കര ഇമോഷണൽ ഇതാണ്. ഞാൻ ഇതുവരെ കേരളത്തിൽ സംസാരിച്ചിട്ടില്ല. എസ്പെഷ്യലി ഇതിൽ ഞാനിങ്ങനെ ഫോട്ടോ കൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഐ എം സീയിങ് ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഹാവ് സീൻ മീ ആസ് എ സ്മോൾ ബോയ്. ഒത്തിരി ഞങ്ങളും നാട്ടിലിപ്പോൾ അങ്ങനെ അത്രയും വരാറില്ല. ബിക്കോസ് ഇവിടെ ജോലി ഞാൻ തന്നെ ആയതുകൊണ്ടും ഡിപ്പാർട്ട്മെന്റ് ഇട്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും we don't travel too much. എൻ്റെ വൈഫും ഈക്വലി ബിസിയാണ്. സോ അപ്പൊ അമ്മ കം ടു സി എസ്. ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് വരാറില്ല ഇപ്പം. സോ ഞാനിവിടെ അമ്മ ആന്റിയെയും സൂസൻ ആന്റിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഐ ഹാവൻറ്റ് ഇവരെല്ലാം കണ്ടത് വളരെ സന്തോഷം. ബിക്കോസ് ഞാൻ എപ്പോഴും വിചാരിക്കും ഒരിക്കൽ നാട്ടിൽ തിരിച്ചു വരണം. പക്ഷെ അത് ഞാൻ എത്ര വിചാരിക്കുന്നു അത്രയും ഞാൻ ഇവിടെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. The more I get involved with the work here, the more we think we'll probably retire from here. I don't know. It's a bit difficult to say. So it's good meeting everybody. And എനിക്കിത് വളരെ ഇമോഷണൽ ഇതാണ്. Because my parents were there. I grew up there. I grew up in the church. To come back and to talk is a great feeling. So thank you. I want to thank the church and the parish for all the support. Looking forward to coming back home in December. Thank you. താങ്ക് യു ഡോക്ടർ അശ്വിൻ. ഞാൻ എൻ്റെ മിനിസ്ട്രിയുടെ ഒരു ചെറിയ ഭാഗം ലുധിയാന മാർത്തോമ ചർച്ചിലും ലുധിയാന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലുമായിട്ട് സെർവ് ചെയ്യാനായിട്ട് ഇടയായത് ഈ സമയം ഓർക്കുകയായിരുന്നു. ബോത്ത് CMC വെല്ലൂർ ആൻഡ് CMC ലുധിയാന, ഈ രണ്ട് ഹോസ്പിറ്റൽസിലും ഞങ്ങൾക്ക് എന്താ പറയാ, ഞങ്ങളുടെ ലൈഫിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ട് ഈ രണ്ട് ഹോസ്പിറ്റൽസിന്റെയും ശുശ്രൂഷകളെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് CMC ലുധിയാന, നമ്മുടെ ഡോക്ടേഴ്സ് പലരും അവിടെ വർഷങ്ങളോളം പാർക്കുകയും അവിടെ പഠിക്കുകയും ചെയ്തവർ അവിടെ പാർത്ത് ശുശ്രൂഷ ചെയ്തു വരുന്നു. ഡോക്ടർ അശ്വിനെ പോലെ തന്നെ കൊളീഗ്സ് ആയിട്ടുള്ള മറ്റെല്ലാ ഡോക്ടേഴ്സിന്റെയും ശുശ്രൂഷകളെ ഓർക്കുന്നു. നിങ്ങളുടെ സമർപ്പണത്തെ ദൈവം മാനിക്കട്ടെ. പ്രത്യേകിച്ച് ആ ഒരു മേഖലയിലുള്ള അനേകർക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസത്തിന്റെയും രോഗത്തിന്റെയും നടുവിൽ തക്കതായിട്ടുള്ള ശുശ്രൂഷകളൊക്കെ നൽകാനായിട്ട് ഇടയാകുന്നത് അനുഗ്രഹമാണ്. കാക്കനാട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷം കൂടെയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ ഫിലിപ്പും ഡോക്ടർ ഗീതായും ഒക്കെ അവരുടെ ആ ശുശ്രൂഷയുടെ വലിയ ആ ഒരു പൈതൃകവും പാരമ്പര്യവും പ്രിയപ്പെട്ട മക്കളും കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. ഇപ്പോൾ വോട്ടർ താങ്ക്സ് പറയാനായിട്ട് ഞാൻ കമാൻഡർ TM വർഗീസ് ക്ഷണിക്കുന്നു. കേൾക്കാം.
കേൾക്കാം. First of all, a big thanks to Dr. Ashwin for giving us such an enlightening speech. ഞങ്ങളുടെ പല സംശയങ്ങളും ഈ സ്പീച്ച് കേട്ടതിലൂടെ മാറി കിട്ടിയിട്ടുണ്ട്. And this talk was really informative, and a big thanks to Ashwin. And secondly, seeing Ashwin as a big associate professor of oncology, and it is a proud moment for the Marthoma Church of Kakanad. A member of our parish is doing such a wonderful job. And we as parishioners, and especially the senior citizens group, wish you all the very best in your research and endeavors. And let us hope and pray that your wonderful work will help a lot of cancer patients to face the disease cheerfully. On behalf of the Senior Citizen Fellowship, I once again thank Ashwin for this wonderful speech. Thank you very much. Thank you, sir. Right. താങ്ക് യു GM വർഗീസ് സാർ. എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷം അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ വർഗീസ് സാർ പറഞ്ഞ പോലെ ചില മാസങ്ങൾക്ക് ശേഷമാണ് ഒരു ഫെലോഷിപ്പ് ആയിട്ട് ഇങ്ങനെ ഒത്തുകൂടാനായിട്ട് ഇടയായത്. ഇത്രയും പേർ ഇതിനകത്ത് പങ്കുചേർന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എല്ലാ സെക്കൻഡ് സാറ്റർഡേയ്സും നമുക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷ ക്രമീകരിക്കുന്നുണ്ടല്ലോ രാവിലെ 7:30 മണിക്ക്. നല്ലത് കൂടാതെ നമ്മുടെ ഒരു ഫെലോഷിപ്പ് ടൈം ഏതെങ്കിലും ഡേയിൽ ക്രമീകരിക്കുന്നത് സന്തോഷമായിരിക്കുമല്ലോ. നമ്മൾ സൂമിലൂടെയാണ് ഈ കോവിഡ് ടൈമിൽ ഇത് ആരംഭിച്ചതെന്നാൽ നമുക്കൊരു ഫെലോഷിപ്പ് ടൈം കൂടെ ഫിസിക്കലായിട്ട് ഉണ്ടാകുന്നത് നല്ലതായിരിക്കുമെന്ന് പലരും സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് ചിന്തിക്കുന്നത് സന്തോഷമായിരിക്കും. കാരണം നമുക്ക് അന്യോന്യൊന്ന് കാണാനും അല്പസമയം വർത്താനം പറയാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ട് നമ്മുടെ ഏതെങ്കിലും ഭവനങ്ങളിലോ അല്ലെങ്കിൽ പള്ളിയിലോ കൂടാനായിട്ട് ഇടയാകുന്നത് സന്തോഷകരമായിരിക്കും. അതും ഒരു താല്പര്യമായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ചിന്തിക്കുന്നത് സന്തോഷമായിരിക്കും. ഇന്ന് നമ്മളോടുകൂടെ ബഹുമാനപ്പെട്ട ജോൺ അച്ഛൻ അല്പസമയം ജോയിൻ ചെയ്തു. അച്ഛനെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. അതുപോലെ നമ്മുടെ മാത്യു വർഗീസ് അച്ഛനും ഇപ്പോൾ നമ്മുടെ മകളുടെ അടുക്കൽ നിന്ന് മടങ്ങി ഭവനത്തിൽ എത്തിയിട്ടുണ്ടല്ലോ. അച്ഛനെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. വന്നരായ അച്ഛന്മാർക്കൊക്കെ ദൈവം നമ്പുരാൻ സൗഖ്യവും ബലവും നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചേർന്ന് വന്ന എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു.